Good morning everybody and welcome to Dila here. അപ്പോൾ ഇന്ന് ഞാനൊരു എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് നോത്തിങ് ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ദ ബ്യൂട്ടിഫുൾ മദേഴ്സ് ഔട്ട് ദെയർ. I miss Ayamma too right now. So let's get started. PM സ്കിൻ കെയർ റുട്ടീൻ. ദാറ്റ് മീൻസ് ഞാൻ രാത്രി ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീനാണ്. ചില ദിവസങ്ങൾ നമുക്ക് ഇച്ചിരി മടി ഉണ്ടാവും, ബട്ട് എനിവേ നമ്മൾ ചെയ്യണം, എന്നാലും നമ്മൾ ആ ഒരു ഗ്ലോ കിട്ടും. ആദ്യം തന്നെ ഞാൻ എൻ്റെ ബോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐ ഫൈൻഡ് ഇറ്റ് റിയലി ക്യൂട്ട്. നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോഴും നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ ഇത് ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ആദ്യം ഫോളോ ചെയ്യുന്നത് ഒരു കൊറിയൻ ആൻഡ് ഇന്ത്യൻ മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തത് എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഹോളി ഗ്രെയിൽ പ്രൊഡക്റ്റാണ് ഇത് സെൻറ്റല നൈറ്റ് ക്ലെൻസിങ് ഓയിൽ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഐ തിങ്ക് യു ക്യാൻ സീ ഹിയർ റൈറ്റ്. ദിസ് ഇസ് സോ ഗുഡ്, മൈ ഹോളി ഗ്രെയിൽ പ്രൊഡക്റ്റ്. ഒരു രക്ഷയില്ല. ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എപ്പോഴും നമ്മൾ ഡബിൾ ക്ലെൻസാണ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ സെൻറ്റല ക്ലെൻസിങ് ഓയിൽ കണ്ടിട്ട് നല്ലപോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കുറച്ച് സെൻറ്റല എടുക്കുക, ജസ്റ്റ് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുക. ഒരു 1 മിനിറ്റ്, അവർ പറയുന്നത് ഒരു 3 മിനിറ്റ്സ് എന്നൊക്കെയാണ്. നമുക്ക് അത്ര ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 1 മിനിറ്റ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് തന്നെ നല്ലപോലെ മസാജ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ലാറ്റർ ആവും. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ ആ ഒരു മിൽക്കി ടെക്സ്ചർ ആവും. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ യു ഗൈസ് വിൽ ബി ഏബിൾ ടു സീ ഇറ്റ്. അടുത്തത് വന്നിട്ട് നമുക്ക് ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഡബിൾ ക്ലെൻസിങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി നമ്മൾ വേറെ ഒന്നും ഇടാൻ പോകരുത്. യു നീഡ് ടു യൂസ് അനദർ ഫേസ് വാഷ് ടു. അപ്പം ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യം തന്നെ സിമ്പിളിൻ്റെ റിഫ്രഷിങ്, ഇത് അടിപൊളി ഫേസ് വാഷാണ്. ഇത് കോമ്പിനേഷൻ സ്കിന്നിനും എല്ലാ സ്കിന്നിനും പറ്റിയ ഫേസ് വാഷാണ്. യു ഗൈസ് ക്യാൻ യൂസ് ഇറ്റ്. ഇത് നല്ല ജെന്റിലായിട്ടുള്ള ക്ലെൻസറാണ്. ആൻഡ് പിന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് 2% സാലിസിലിക് ആസിഡ്, ഡെർംഡോക്കിൻ്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഹിറ്റ്സും എൻ്റെ കണ്ടീഷനും സാലിസിലിക് ആസിഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇടയ്ക്ക് ടീ ട്രീയുടെ സീക്ക ആൻഡ് സാലിസിലിക് ആസിഡ് വരുന്ന അടുത്തതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി നമ്മൾ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് യൂസ് ചെയ്യും. പക്ഷേ എപ്പോഴും നല്ലത് ക്ലെൻസറാണ് നല്ലത്. അപ്പം സോ ജെന്റിലായിട്ട് ക്ലെൻസർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സെറ്റാഫിലിൻ്റെ ക്ലെൻസറും നല്ലതാണ്. ഞാൻ റിവ്യൂ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തില്ല. സോ ഐ കാൺ സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ ആണെന്ന് തോന്നിയാണ്. പക്ഷേ ഇത് പെർഫെക്റ്റ് ഫോർ സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നിന് ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. സോ അടുത്തത് നമ്മളുടെ ടോണറാണ്. അപ്പം നമുക്ക് CTMS ആണ് കേട്ടോ ക്ലെൻസർ നമ്മൾ കഴിഞ്ഞു. ഡബിൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ 2 ക്ലെൻസറും കഴിഞ്ഞു. ജെന്റൽ ക്ലെൻസറും ഒരു ലൈറ്റ് ക്ലെൻസിങ് ഓയിൽ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന ടോണർ. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ഈ ടോണറാണ്. അക്വാലോജിക്കയുടെ ടോണറാണ് കേട്ടോ. ഹൈഡ്രേറ്റിംഗ് ടോണാണ്. നമ്മൾ അടുത്ത സെഷൻ CTMൽ മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ മൂന്നാമത്തെയാണ് കേട്ടോ. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഓക്കെ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഡോക്ടർ ഷെത്തിൻ്റെ സൂപ്പറാണ് കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് ഓയിലി ആക്നി പ്രോൺ സ്കിന്നൊക്കെ ഇത് ബെസ്റ്റാണ്. അടുത്ത സൺസ്ക്രീൻ. അപ്പം ഞാൻ നൈറ്റ് അങ്ങനെ സൺസ്ക്രീൻ ഇടാറില്ല, കാരണം നമ്മൾ ഉറങ്ങാൻ പോവുകയാണല്ലോ. ഓക്കെ, പിന്നെ ഇത് നമ്മളുടെ ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ ഹൈഫൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, നല്ലതാണ്. അതായത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ദീഗയുടെ ഒരു പ്രോഡക്റ്റാണ്. ദീഗയുടെ ഇത് നല്ലതാണ്. ഇത് യൂസ് ചെയ്യും, പിന്നെ ഇത് യൂസ് ചെയ്യും. ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് ഇതാണ്. ഇതും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ കൊറിയൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമേ ഈ ഷെൻഡലയുടെ ഒരു മിനി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മിനി സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ ടോണർ, ഇതിൻ്റെ സൂത്തിങ് ക്രീം, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആംപ്യൂൾ ഫോം, ഇതാണ് ലൈറ്റ് ക്ലെൻസിങ് ഓയിൽ. ഇതിൻ്റെ ഞാൻ മിനി കിറ്റ് ആദ്യം വാങ്ങിച്ചിട്ട് എൻ്റെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് ഞാൻ നോക്കി. പക്ഷേ ട്രസ്റ്റ് മീ, ഷെൻഡല ഈസ് സോ ഗുഡ്. നിങ്ങൾക്കൊരു എന്താ പറയുക, എനിക്കൊന്ന് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. ബിക്കോസ് 004 ഇസ് റിയലി ഗുഡ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫോമുല എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൂണും ഷെയ്ഡും അത് ഭയങ്കര സൂത്തിങ് ആണ്. നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഞാൻ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേണം എന്ന് തോന്നിയ വെറും പൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് പറയുക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത്. പിന്നെ കൊറിയൻ സ്കിൻ കെയർ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിന് ഇച്ചിരി വില
കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ കൊറിയൻ സ്കിൻ കെയർ മേടിക്കുമ്പം നമ്മൾ നല്ലപോലെ പൈസ കൂടുതലാണല്ലോ, അപ്പം നല്ലപോലെ നോക്കി റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് അത്ര ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടും ഇത് വാങ്ങാം. കാരണം ഇത് വർത്താണ്. അല്ലാതെ ഇപ്പം നമ്മൾ ഒന്നും അറിയാതെ ഒരു കൊറിയൻ പ്രോഡക്റ്റ് പോയി വാങ്ങിച്ചാൽ അതിൻ്റെ പൈസയും പോയി, നമുക്ക് റിസൾട്ടും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ബട്ട് ദിസ് ഇസ് സോ ഗുഡ്. ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുന്നെങ്കിൽ വാങ്ങും. സ്കിൻ 1004 ലൈറ്റ് ക്ലെൻസിങ് ഓയിൽ, ഹോളി ഗ്രെയിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ ആംബ്യൂൾ ഇഷ്ടമായി. അപ്പം ഞാൻ ഈ ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ ഓരോ സിറംസ് ഇല്ല, അതിനാണ് പറയുന്നത് ബ്രൈറ്റ് ടോണിങ് ആംബ്യൂൾ, അവർ ആംബ്യൂൾ എന്നാണ് പറയുക. നാളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ ആസിനമൈഡ് വിൽ ബി ഗുഡ് ഫോർ മീ. അപ്പോൾ ഞാൻ ആസിനമൈഡ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. വെച്ചിട്ട് ഞാൻ വീഡിയോ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇന്നത്തെ വീഡിയോയുടെ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ബിക്കോസ് ഇഫ് യു ഹാവ് യൂസ്ഡ് എനി ഓഫ് ദിസ് പ്രൊഡക്ട്സ് ഡു ടെൽ മീ ഇൻ ദ കമൻറ്റ് സെഷൻ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.